വെൽക്കം ടു ഓൾ. എല്ലാവർക്കും എക്കോസ് എജുടാക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ബാങ്ക് മെർജിങ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരുപാട് ബാങ്ക് മെർജിങ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ എന്തെല്ലാമാണ്, അതുപോലെ തന്നെ അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്, ഇതാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബാങ്ക് മെർജിങ്, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. വാട്ട് ഈസ് ദി മീനിങ് ഓഫ് ബാങ്ക് മെർജിങ്? ബാങ്ക് മെർജിങ് അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ബാങ്ക് കൺസോൾട്ടേഷൻ എന്നൊക്കെ പറയാറുണ്ട്. സോ എ ബാങ്ക് മെർജർ ഓർ എ കൺസോൾട്ടേഷൻ ഓഫ് ബാങ്ക് ഈസ് ദി സിറ്റുവേഷൻ വെയർ ടു ഓർ മോർ ബാങ്ക്സ് പൂൾ ദെയർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടു ബിക്കം വൺ ബാങ്ക്. അപ്പോൾ ഒരൊറ്റ ബാങ്കായി തീരാൻ വേണ്ടിയിട്ട് രണ്ട് ബാങ്കുകൾ, രണ്ടിലധികമോ ബാങ്കുകൾ അവരുടെ റിസോഴ്സസ് പൂൾ ചെയ്തുകൊണ്ട് ഒരൊറ്റ എൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്നതാണിത് ബാങ്ക് മെർജിങ് അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഓഫ് ബാങ്ക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ SBI and its associates. The merging of SBI and its associates in 2017. 2017 SBI അതിൻ്റെ 5 അസോസിയേറ്റ് ബാങ്കുകളും ലയിച്ചത് അല്ലേ, മെർജ് ചെയ്തത്. ദെൻ നമ്മൾ മെർജിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് മെർജിങ് ആൻഡ് അക്വിസിഷൻ ഇങ്ങനെ രണ്ട് വാക്കുകൾ കേൾക്കാം. അപ്പോൾ മെർജിങ്ങും അക്വിസിഷനും പ്രത്യക്ഷത്തിൽ കേൾക്കുന്ന സമയത്ത് ഒരേ അർത്ഥമാണ് എങ്കിലും അത് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്തെല്ലാമാണ് ആ വ്യത്യാസങ്ങൾ? മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാൽഗമേഷൻ ഓഫ് ടു എൻറ്റിറ്റീസ് ടു ഫോം എ സിംഗിൾ എൻറ്റിറ്റീസ് അല്ല, അമാൽഗമേഷൻ ഓഫ് ടു എൻറ്റിറ്റീസ് ടു ഫോം എ സിംഗിൾ എൻറ്റിറ്റീസ്. രണ്ട് എൻറ്റിറ്റീസും കൂടി കൂടി ചേർന്നുകൊണ്ട് ഒറ്റ സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് പ്രവർത്തിക്കുക, അതിനാണ് മെർജർ എന്ന് പറഞ്ഞത്. അക്വിസിഷൻ എന്ന് പറയുന്നതാണ് ദ ആക്ട് ഓഫ് ഓവർടേക്കിംഗ് സംതിങ് ആൻഡ് അക്വയറിങ് ഇറ്റ് ടു ബി യുവേഴ്സ്. നമ്മളെന്താണ്, അത് ഇങ്ങോട്ടേക്ക് ഓവർടേക്ക് ചെയ്യുകയാണ് അല്ലേ, അതിനിങ്ങോട്ടേക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അക്വിസിഷൻ എന്ന് പറയുമ്പോൾ ദ ആക്ട് ഓഫ് ഓവർടേക്കിംഗ് സംതിങ് ആൻഡ് അക്വയറിങ് ഇറ്റ് ടു ബി യുവേഴ്സ്, അത് നമ്മുടേതായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു. ദ ആക്ട് ഓഫ് ഓവർടേക്കിംഗ് സംതിങ് ആൻഡ് അക്വയറിങ് ഇറ്റ് ടു ബി യുവേഴ്സ്. സോ ദാറ്റ് ഈസ് ദി കോൺസെപ്റ്റ് ഓഫ് ബാങ്ക് മെർജിങ്. അപ്പോൾ ബാങ്ക് മെർജിങ് അഥവാ ബാങ്ക്സ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഓഫ് ബാങ്ക്സ് എന്ന പേരിലൊക്കെ ഇത് അറിയപ്പെടുന്നു. ഇനി നമുക്ക് എന്താണ് ഈ ഒരു ബാങ്ക് മെർജിങ്ങിൻ്റെ ഹിസ്റ്ററി, ഇന്ത്യയിലെ ബാങ്ക് മെർജിങ്ങിൻ്റെ ഹിസ്റ്ററി എന്താണ്? അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ബാങ്ക് മെർജിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദ ഹിസ്റ്ററി ഓഫ് ബാങ്ക് മെർജിങ് ക്യാൻ ബി ട്രേസ് ബാക്ക് ഫ്രം ദി റെക്കമെൻഡേഷൻസ് ഓഫ് നരസിംഹം കമ്മിറ്റി ഓൺ ബാങ്കിങ് സെക്ടർ റിഫോംസ് ഡ്യൂറിങ് 1990s. നമ്മൾ 1991 ന്യൂ ഇക്കണോമിക് പോളിസി അഥവാ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ LPG എന്ന് പറയുന്ന ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയം സ്വീകരിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് രീതിയിലുള്ള റിഫോംസുകൾ കൊണ്ടുവന്നു. ഒന്ന് മൈക്രോ എക്കണോമിക് റിഫോംസ്, മറ്റൊന്ന് മാക്രോ എക്കണോമിക് റിഫോംസ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ സ്റ്റെബിലൈസേഷൻ പ്രോഗ്രാംസും സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസ് എന്നൊക്കെ പറയാറുണ്ട്. അതിൽ മൈക്രോ ഇക്കണോമിക് റിഫോംസിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന ഒരു റിഫോംസ് ആയിരുന്നു ബാങ്കിങ് സെക്ടർ റിഫോംസ് എന്ന് പറയുന്നത്. ബാങ്കിങ് സെക്ടറിൽ സമൂലമായ മാറ്റങ്ങൾ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ടും ഉണ്ടായി. അപ്പോൾ അന്ന് 1990s നമ്മൾ നരസിംഹം കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തു. ബാങ്കിങ് സെക്ടറിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനും അതുമായി ബന്ധപ്പെട്ട റെക്കമെൻഡേഷൻസ് സബ്മിറ്റ് ചെയ്യാനും നരസിംഹം കമ്മിറ്റി, നമ്മൾക്ക് 2 നരസിംഹം കമ്മിറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് റിപ്പോർട്ട് സമർപ്പിച്ചു, അതിനുശേഷം അതിൻ്റെ ഫോളോ അപ്പ് എന്തായെന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ നരസിംഹം കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ 2 റിപ്പോർട്ടുകളുടെ സമപ്പ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? ഹി എൻവിസേജ്ഡ് എ 3-tier ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ വിത്ത് 1 ബാങ്ക് അറ്റ് ഇൻ്റർനാഷണൽ ലെവൽ ഓഫ് ഓപ്പറേഷൻ, 1 ബാങ്ക് അറ്റ് നാഷണൽ ലെവൽ ഓഫ് ഓപ്പറേഷൻ ആൻഡ് 1 ബാങ്ക് അറ്റ് റീജിയണൽ ലെവൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്ക് ഇൻ്റർനാഷണൽ ലെവൽ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു ബാങ്ക് ഉണ്ടായിരിക്കണം ഇന്ത്യക്ക് അല്ലേ. അപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ ഇത് RBI. രണ്ടാമത് നാഷണൽ ലെവൽ ഓപ്പറേഷൻ ഒരു ബാങ്ക്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിളായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ SBIയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ നാഷണൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SBI ആണ്. അപ്പോൾ ആ രീതിയിലേക്ക് കൊണ്ടുവന്നു. അതേപോലെ തന്നെ കുറച്ച് റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ബാങ്കുകൾ, അതാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. കേരള ഗ്രാമീൺ ബാങ്ക് പോലുള്ള ഒരുപാട് റൂറൽ ഏരിയയിൽ ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് ബാങ്കുകളുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരസിംഹം കമ്മിറ്റി എങ്ങനെയാണോ എൻവിസേജ് ചെയ്തിരിക്കുന്നത് ആ ഒരു 3-tier ബാങ്കിങ് സിസ്റ്റത്തിനകത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് മെർജിങ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ഇനി നമുക്കിതിൻ്റെ ടൈം ലൈൻ നോക്കാം. എങ്ങനെയാണ് ബാങ്ക് മെർജിങ് ഇന്ത്യയിൽ സംഭവിച്ചത്? 1993 ആദ്യത്തെ ബാങ്ക് മെർജിങ് നടക്കുന്നത്. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ്ഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് 1993. ദെൻ 2006 IDBI അക്വയർഡ് യുണൈറ്റഡ് വെസ്റ്റേൺ ബാങ്ക്. IDBI അക്വയർഡ് യുണൈറ്റഡ് വെസ്റ്റേൺ ബാങ്ക്. ഓക്കെ, ഇവിടെ ടേംസ് യൂസ് നോക്കുക, മെർജ്ഡ്, അക്വിസിഷൻ എന്നുള്ള ആ 2 വാക്കുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ 2008 HDFC ബാങ്ക് അക്വയർഡ് സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബ്.
ഇപ്പോൾ സെഞ്ചുറിയൻ ബാങ്ക് ഓഫ് പഞ്ചാബിനെ HDFC ഏറ്റെടുക്കുകയുണ്ടായി. യൂണിയൻ വെസ്റ്റേൺ ബാങ്കിനെ IDBI ഏറ്റെടുക്കുകയുണ്ടായി. ദെൻ 2008 തന്നെ മറ്റൊന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര വിത്ത് പാരന്റ് ബാങ്ക് SBI. ദെൻ 2010 ബാങ്ക് ഓഫ് രാജസ്ഥാൻ വിത്ത് ICICI ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. 2014 ING വൈശ്യ ബാങ്ക് ടു മെർജ് വിത്ത് കൊട്ടക് മഹീന്ദ്ര ബാങ്ക്. നമുക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ബാങ്കാണ് കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത്. അടുത്ത 2017 ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന 2017 SBIയും അതിൻ്റെ 5 അസോസിയേറ്റ്സ് ബാങ്കുകളും അതേപോലെ തന്നെ BMB ഭാരതീയ മഹിളാ ബാങ്കും SBIയിൽ ലയിച്ചു, മെർജ് ചെയ്തു. പിന്നീട് നമ്മൾ 2019 കണ്ട മറ്റൊരു മെർജിങ്, ധന ആൻഡ് വിജയ ബാങ്ക് വേർ മെർജ് വിത്ത് ബാങ്ക് ഓഫ് ബറോഡ. ധന ബാങ്കും വിജയ ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയുടെ ഭാഗമായിട്ട് മാറി 2019 ഏപ്രിൽ 1 മുതൽ. ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് ആൻഡ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ വെയർ മെർജ്ഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ചു, മെർജ് ചെയ്തു. ദെൻ സിൻഡിക്കേറ്റ് ബാങ്ക് മെർജ്ഡ് വിത്ത് കാനറ ബാങ്ക്. സിൻഡിക്കേറ്റ് ബാങ്ക് മെർജ്ഡ് വിത്ത് കാനറ ബാങ്ക്. ആന്ധ്ര ബാങ്ക് ആൻഡ് കോർപ്പറേഷൻ ബാങ്ക് മെർജ്ഡ് വിത്ത് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. അലഹാബാദ് ബാങ്ക് മെർജ്ഡ് വിത്ത് ഇന്ത്യൻ ബാങ്ക്. അലഹാബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് അറ്റ് പ്രസൻറ്റ് നമുക്ക് 12 പബ്ലിക് സെക്ടർ ബാങ്കുകളാണുള്ളത് നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് ഇപ്പോൾ ഈ ബാങ്ക് മെർജിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മെറിറ്റ്സ്? വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ബാങ്ക് മെർജിങ്? ദ ഫസ്റ്റ് വൺ ഈസ് അട്രാക്ട്സ് ലാർജ് നമ്പർ ഓഫ് ന്യൂ കസ്റ്റമേഴ്സ്. ഒരുപാട് പുതിയ കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു എൻറ്റിറ്റി ആയിട്ട് നിലകൊള്ളുന്ന സമയത്ത് അതിൻ്റെ കയ്യിൽ കൂടുതൽ റിസോഴ്സസ് ഉണ്ടാവും, പബ്ലിക് കോൺഫിഡൻസ് വർദ്ധിക്കും. അതുകൊണ്ട് പല കസ്റ്റമേഴ്സ്, പുതിയ കസ്റ്റമേഴ്സൊക്കെ ഈ ഒരു ബാങ്കിങ് സെക്ടറിലേക്ക് വരികയും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ഡെപ്പോസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, സ്ട്രെങ്തൻ ദ ലെൻഡിങ് കപ്പാസിറ്റി ഓഫ് ദി ബാങ്ക്. അതായത് പല ബാങ്കുകളും ഒന്നായി ചേർന്നുകൊണ്ട് അവരുടെ എല്ലാ റിസോഴ്സസ് പൂൾ ചെയ്തുകൊണ്ടാണ് മെർജിങ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അവരുടെ കയ്യിൽ അവരുടെ ലെൻഡിങ് കപ്പാസിറ്റി കൂടും, അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് വളരെയധികം കൂടുതലായിരിക്കും. ദെൻ തേർഡ് വൺ, സ്ട്രെങ്തൻ ദി ബാങ്ക് കവറേജ് ഏരിയ. ബാങ്കിന് ഒരുപാട് നെറ്റ്വർക്ക് ഉണ്ടായിരിക്കും, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ പല വൈഡ് ഏരിയയിലേക്ക് കവർ ചെയ്യാൻ വളരെയധികം എളുപ്പമായിരിക്കും. സ്ട്രെങ്തൻ ദി ബാങ്ക് കവറേജ് ഏരിയ. ആൻഡ് ദി ഫോർത്ത് വൺ, പെനട്രേഷൻ ടു ദി മാർക്കറ്റ് വിൽ ബി ഈസി. മാർക്കറ്റിലേക്ക് കടന്നു ചെല്ലാൻ വളരെയധികം ഈസി ആയിരിക്കും. ഈ ഒരു വലിയ ബാങ്ക് ആയതുകൊണ്ട് തന്നെ, അതിൻ്റെ ലാർജ് സൈസ് ആയതുകൊണ്ട് തന്നെ അതിൽ മാർക്കറ്റ് പെനട്രേഷൻ വളരെയധികം ഈസി ആയിരിക്കും. ദെൻ ഓൾ ബാങ്ക്സ് അണ്ടർ വൺ അംബർല വിൽ ഹെൽപ്ഫുൾ ഫോർ ബെറ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പോളിസീസ്. എല്ലാ ബാങ്കുകളും ഒറ്റ കുടക്കീഴിൽ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ പോളിസീസൊക്കെ വളരെയധികം എളുപ്പത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അത് ബാങ്ക് മെർജിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ദെൻ ഇൻക്രീസ് ദി ആക്സസബിലിറ്റി. അതായത് ഈ ബാങ്കിങ് സെക്ടറിലേക്കുള്ള ആക്സസബിലിറ്റി വളരെയധികം വർദ്ധിക്കുന്നു. അതായത് ATMs, ബ്രാഞ്ചസ് ഒക്കെ വഴി പല ആളുകൾക്കും പെട്ടെന്ന് തന്നെ ഈ ബാങ്കിലേക്കുള്ള ആക്സസ് കിട്ടുന്നു. ദെൻ റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് സർവീസസ്. അതായത് പല ബാങ്കുകളായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം വലുതായിരിക്കും. എന്നാൽ ഒരു സിംഗിൾ എൻറ്റിറ്റി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെ ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. മാത്രമല്ല ഒരുപാട് എഫിഷ്യൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ, മിനിമം കോസ്റ്റിൽ മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ ബാങ്കുകൾക്ക് സാധിക്കുന്നു. ദെൻ മെർജർ വിൽ റിസൾട്ട് ഇൻ ബെറ്റർ NPA ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ്. എല്ലാ ബാങ്കുകളും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. കിട്ടാക്കടം എന്ന് പറയും. അതായത് ഒരാൾക്ക് ലോൺ കൊടുത്തിട്ട് 90 ദിവസം അതിൻ്റെ തിരിച്ചടവ് വന്നിട്ടില്ല എങ്കിൽ നമ്മളതിനെ NPA ആയിട്ട് അത് ക്ലാസിഫൈ ചെയ്യുന്നു. അഗ്രികൾച്ചർ ലോണൊക്കെ ആണെങ്കിൽ 180 ഡേയ്സ് ആണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ 2 ക്രോപ്പ് സീസണാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ റിസ്ക് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ NPA, നോൺ പെർഫോമിംഗ് അസറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. കാരണം വലിയൊരു ബാങ്ക് ആവുന്ന സമയത്ത് അതിന് കിട്ടാക്കടങ്ങളൊക്കെ പിടിച്ചെടുക്കേണ്ട രീതിയിൽ ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. റിസ്ക് മാനേജ്മെൻറ്റ്, റിസ്ക് അനലൈസ് ചെയ്തുകൊണ്ട് മാത്രം കൂടുതൽ ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് അത്തരം പ്രോബ്ലംസ് ഒക്കെ കൂടുതലായിട്ട് വരാറുള്ളത്. പ്രയോറിറ്റി സെക്ടർ എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചർ ലോണൊക്കെ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ തിരിച്ചടവാണ് കാര്യമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. NPAയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ബെനിഫിറ്റാണ് മെർജർ വിൽ ഹെൽപ്പ് ഇൻ ഇംപ്രൂവിങ് ദ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. ഒരു പ്രൊഫഷണലിസം, അത് ഈ നരസിംഹം കമ്മിറ്റി റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആയിരുന്നു പ്രൊഫഷണലിസം. അതായത് നമ്മുടെ ആ ഒരു സമയത്ത് 1990s സമയത്ത്
ഇന്ത്യയുടെ ബാങ്കിങ് സെക്ടറിനകത്ത് പ്രൊഫഷണലിസം ഇല്ല എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അതുകൊണ്ട് നരസിംഹം കമ്മിറ്റി പറഞ്ഞതാണ് ഇൻക്രീസ് ദി പ്രൊഫഷണലിസം ഇൻ ദി ബാങ്കിങ് സെക്ടർ. പ്രൊഫഷണലിസം കൊണ്ടുവരിക, എക്സ്പേർട്ടുകളെ അപ്പോയിൻറ്റ് ചെയ്യുക, അല്ലേ? ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ലെൻഡിങ് ഒക്കെ നടക്കുന്ന സമയത്ത് പല എക്സ്പേർട്ടുകളുടെ ഒപ്പീനിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു സവിശേഷത. അപ്പോൾ ഈ മെർജിങ്ങിൻ്റെ ഭാഗമായിട്ട് വലിയ ബാങ്കുകളൊക്കെ എന്ന സമയത്ത് വളരെയധികം വലിയ എക്സ്പേർട്ടുകളൊക്കെ ആയിരിക്കും അതിനകത്ത് അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ പ്രൊഫഷണലിസം അവിടെ വരുന്നു. ദെൻ ഇൻ ദ ഗ്ലോബൽ മാർക്കറ്റ് ദ ഇന്ത്യൻ ബാങ്ക്സ് വിൽ ഗെയിൻ ഗ്രേറ്റർ റെക്കഗ്നീഷൻ ആൻഡ് ഹയർ റേറ്റിംഗ്. അപ്പോൾ ഗ്ലോബൽ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് സെക്ടർ വളരെയധികം മുന്നോട്ട് വരുന്നു എന്ന് കാണുന്നു. അതുപോലെ തന്നെ ഗ്ലോബൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് ഉണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് വർത്ത്നെസ് ആണ് അവർ നോക്കുന്നത്, അല്ലേ? ലെൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഒക്കെയാണ് നമ്മൾ ക്രെഡിറ്റ് വർത്ത്നെസ് എന്നൊക്കെ പറയും. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യൻ ബാങ്കുകൾ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ, വലിയ ലാർജ് സൈസ് ആയിട്ടുള്ള ബാങ്കുകളാണ്, അത് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലോബൽ റെക്കഗ്നിഷൻ, ഒരു ലോക ശ്രദ്ധയെ ആകർഷിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ഒക്കെ വർദ്ധിക്കാനുമുള്ള സാധ്യതകൾ കാണുന്നു. ഓക്കെ, അത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബെനിഫിറ്റായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ദെൻ വാട്ട് ആർ ദി പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ബാങ്ക് മെർജിങ് ഇൻ ഇന്ത്യ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മെർജിങ് എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കിൽ ഒതുക്കാമെങ്കിലും അതൊരു ഈസി പ്രോസസ്സ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി പ്രോസസ്സ്. ഇറ്റ് ഇൻവോൾവ്സ് കൺസോൾട്ടേഷൻ ഓഫ് അക്കൗണ്ട്സ്, ഇൻഫ്രാസ്ട്രക്ചർ, HR മാനേജ്മെൻറ്റ് എക്സെട്ര. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ഫോർ കൺസോൾട്ടേഷൻ, അല്ലേ? ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി പ്രോസസ്സ്. ഇറ്റ് വിൽ ടേക്ക് ലോങ് ടൈം ഫോർ കൺസോൾട്ടേഷൻ. എസ്പെഷ്യലി നമ്മുടെ അക്കൗണ്ട്സുകൾ, പല അക്കൗണ്ടുകളായിരിക്കും, IFSC കോഡുകൾ മാറ്റേണ്ടാവും, അതൊക്കെ കൺസോൾട്ടേറ്റ് ചെയ്യണം, അക്കൗണ്ടുകൾ കൺസോൾട്ടേറ്റ് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കണം, ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങൾ സംഭവിക്കും, സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഴയ സോഫ്റ്റ്വെയറിൽ നിന്ന് പുതിയ സോഫ്റ്റ്വെയറിലേക്ക് എല്ലാ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ മാറ്റണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ HR മാനേജ്മെൻറ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ് HR മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതായത് തൊഴിലാളികളെ എന്ന് പറഞ്ഞാൽ ബാങ്ക് ജീവനക്കാരുടെ മാനേജ്മെൻറ്റ്, അവർ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലേ? എത്ര ആളുകളെ പിരിച്ചു വിടണം, അല്ലെങ്കിൽ പുതുതായിട്ട് അപ്പോയിൻറ്റ് ചെയ്യണം, അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് കൊടുക്കണം, അങ്ങനെയുള്ള പല വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഈസി പ്രോസസ്. ദെൻ സെക്കൻഡ് വൺ, ദ മെർജിങ് ഓഫ് സ്ട്രോങ് ബാങ്ക്സ് വിത്ത് വീക്ക് ബാങ്ക്സ് മേ ഡാമേജ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി ഓഫ് സ്ട്രോങ് ബാങ്ക്സ്. അപ്പോൾ വീക്ക് ബാങ്കുകൾ സ്ട്രോങ് ബാങ്കുമായിട്ട് മെർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആ വീക്ക് ബാങ്കിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഈ സ്ട്രോങ് ബാങ്കിൻ്റെ പ്രശ്നങ്ങളായിട്ട് മാറുന്നു, അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് ഇത് ബാധിക്കുന്നു, അല്ലേ? അപ്പോൾ നരസിംഹം കമ്മിറ്റി പറയുന്നത് സ്ട്രോങ് ബാങ്ക് വിത്ത് സ്ട്രോങ് ബാങ്കുമായിട്ട് മെർജ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രോങ് ബാങ്കുകൾ വീക്ക് ബാങ്കുമായിട്ട് മെർജ് ചെയ്യുന്ന സമയത്ത് വീക്ക് ബാങ്കിനുണ്ടാകുന്ന എല്ലാ ഡെഫിഷ്യൻസീസും അത് സ്ട്രോങ് ബാങ്കിനെ ബാധിക്കുകയും അതിൻ്റെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കുകയും ചെയ്യുന്നു, അതിൻ്റെ ഓവറോൾ എഫിഷ്യൻസിയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ദെൻ ഡിസിഷൻ മേക്കിംഗ്. വെൻ ടു ബാങ്ക്സ് ആർ ബീങ് മെർജ്ഡ്, compliance is needed in every decision, which might not be favorable as their risk-taking abilities and thinking perspectives are different. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടോ അതിലധികമോ ബാങ്കുകൾ കൂടിച്ചേരുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ചിലപ്പോൾ സംഭവിച്ചേക്കാം. ഒരൊറ്റ എൻറ്റിറ്റി ആണ് എങ്കിൽ പോലും ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് ഉണ്ടായേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയൻസ് വന്നു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും, അല്ലേ? എല്ലാവർക്കും ഫേവറബിൾ ആയിട്ടുള്ളൊരു ഡിസിഷനും എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അല്ലേ? അപ്പോൾ കംപ്ലൈൻസ് ഈസ് നീഡഡ് ഇൻ എവറി ഡിസിഷൻ. എല്ലാ ഡിസിഷനിലും ഒരു കറക്റ്റ് എല്ലാ ആളുകളും ഒരേപോലെ ഫോളോ ചെയ്യുന്ന ഡിസിഷൻ എടുക്കണം. അത് വളരെയധികം റിസ്ക് ആയിരിക്കും, വിച്ച് മൈറ്റ് നോട്ട് ബി ഫേവറബിൾ ആസ് ദെയർ റിസ്ക് ടേക്കിംഗ് എബിലിറ്റീസ് ആൻഡ് തിങ്കിങ് പെർസ്പെക്റ്റീവ്സ് ആർ ഡിഫറെൻറ്റ്. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. ദെൻ ലാർജ് ബാങ്ക് സൈസ് മേ ക്രിയേറ്റ് മോർ പ്രോബ്ലംസ് ഓൾസോ. അതായത് നമ്മുടെ ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസുകളൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കൂടുതലായിട്ട് ബാധിച്ചിരിക്കുന്നത് ലാർജ് ബാങ്ക്സിനെയാണ്. ലാർജ് ഗ്ലോബൽ ബാങ്ക്സ് ഹാഡ് കൊളാപ്സ്ഡ് ഡ്യൂറിങ് ദി ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് വൈൽ സ്മോളർ വൺസ് ഹാഡ് സർവൈവ്ഡ് ദ ക്രൈസിസ് ഡ്യൂ ടു ദി സ്ട്രെങ്ത്സ് ആൻഡ് ഫോക്കസ് ഓൺ മൈക്രോ ആസ്പെക്ട്സ്. അപ്പോൾ ചെറിയ ബാങ്കുകളാണ് നിലനിന്നിരിക്കുന്നത്, വലിയ ബാങ്കുകളൊക്കെ തകർന്നു പോയി എന്നുള്ളതാണ് ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസ് കാണിച്ചു തന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ വലിയ മെർജിങ് വന്നു കഴിഞ്ഞാൽ അത് ഇത്തരത്തിൽ ക്രൈസിസോ കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അത് ഇക്കോണമിയെ വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലംസ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. സോ ദീസ് ആർ ദി പ്രോബ്ലംസ് ആൻഡ് പ്രോസ്പെക്ട്സ് ഓഫ് ബാങ്ക് മെർജിങ് ഇൻ ഇന്ത്യ. നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം.
If merging is needed, it must be executed in a manner which leads to an environment of trust and agreement among the people of both organizations. If people, work culture, vision are blended together nicely, merging will be definitely have synergic effects and create a win-win situation. പറഞ്ഞത് മെർജിങ് എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമാണ്. അത് ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം? ഒരു ട്രസ്റ്റ് അല്ലേ, എൻവയോൺമെൻറ്റ് ഓഫ് ട്രസ്റ്റ് ആൻഡ് എഗ്രിമെൻറ്റ് അമംഗ് ദി പീപ്പിൾ ഓഫ് ബോത്ത് ഓർഗനൈസേഷൻ. രണ്ട് ഓർഗനൈസേഷനുള്ള അല്ലെങ്കിൽ രണ്ട് ബാങ്കുകളുടെ ജീവനക്കാർ തമ്മിൽ വളരെയധികം കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ വളരെയധികം വിശ്വാസത്തിൽ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് മെർജിങ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ജനങ്ങൾ, അവരുടെ വർക്ക് കൾച്ചർ, വിഷൻ, ഇതൊക്കെ ഒരേപോലെ വന്നു കഴിഞ്ഞാൽ, ഒക്കെ ബ്ലെൻഡഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മെർജിങ് വളരെയധികം സക്സസ്ഫുള്ളായിട്ട് നടപ്പിലാക്കാം. അങ്ങനെ സക്സസ്ഫുള്ളായിട്ട് ഇത്തരം രീതിയിലൊരു എഗ്രിമെൻറ്റും അല്ലെങ്കിൽ അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും കണക്കിലെടുത്തുകൊണ്ടുള്ളൊരു മെർജിങ് ആണ് നടക്കുന്നതെങ്കിൽ അത് ഒരുപാട് വിൻ വിൻ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ വളരെയധികം സക്സസ്ഫുൾ ആവും. ബാങ്കിൻ്റെ ഗ്രോത്ത് വളരെയധികം കൂടും. അത് ഇക്കോണമിയിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും കൺക്ലൂഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.